ഖബർ സന്ദർശനം എന്ന് പറയുന്നത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മറിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടവർ കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടവർ ഖബറാളിയോട് ചോദിക്കാനൊക്കെ പ്രമാണം ചമയ്ക്കുന്ന ആളുകളാണ് മുഖ്യധാരയിലെ പല പണ്ഡിതന്മാരും. അപ്പോൾ ഖബർ സിയാറത്ത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് ഖബർ സിയാറത്ത് ഖബറാളിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഖബർ സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ്. ഖദ് കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഞാൻ നിങ്ങൾക്ക് സിയാറത്ത് നിരോധിച്ചിരുന്നു. സിയാറത്ത് ഞാൻ നിങ്ങൾക്ക് ബാൻ ചെയ്തിരുന്നു ഒരു ഘട്ടം വരെ. ഇപ്പോൾ ഞാനത് അനുവദിക്കുന്നു. അതുകൊണ്ട് ഫസൂറുഹ, ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഫഇന്നഹാ തുദക്കിറു ബിൽ ആഖിറ, അത് നിങ്ങളെ ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തുർമുദി, നസായി, ഹാക്കിം ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബിവചനമാണത്. അത് നിങ്ങളെ പരലോകത്തെ ഓർമ്മിപ്പിക്കും, അത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും. വിചാരണയുടെ തുടക്കവും കർമ്മലോകത്തിൻ്റെ ഒടുക്കവുമായ മരണത്തെയും പരലോകത്തെയും ഒക്കെ നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്ന്. അതാണ് അതിൻ്റെ ലക്ഷ്യം. ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വേറെ എവിടെ ചെന്നാലും കിട്ടൂല. അതെവിടെ ചെന്ന് അത് കിട്ടണമെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരെ മറവ് ചെയ്തിട്ടുള്ള പള്ളിക്കാട്ടിൽ തന്നെ പോകണം. കാരണം നമ്മുടെ മാതാപിതാക്കൾ അവിടെയാണ് അന്തി ഉറങ്ങുന്നത്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അവിടെയാണ് ഉറങ്ങുന്നത്, നമ്മുടെ അനിയന്മാർ അവിടെയാണ്, അകാലത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരന്മാർ അവിടെയാണ് ഉറങ്ങുന്നത്, അകാലത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഇണ അവിടെയാണ് ഉറങ്ങുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും അവിടെയാണ് അന്തി ഉറങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള സിയാറത്ത് കൊണ്ട് മെച്ചം കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. അതല്ലാതെ നമ്മൾ പള്ളിക്കാട്ടിലേക്ക് പോകുന്നതിന് പകരം അന്യനാട്ടിലേക്ക് ഏതോ മക്ബറകൾ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന രീതി ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്രാമധ്യേ എത്തിപ്പെടുന്നു, അവിടെ മഹാനായ ഒരു മനുഷ്യന്റെ മക്ബറയുണ്ട്, ഖബറുണ്ട് എങ്കിൽ നമുക്ക് അവിടെ കയറി ആ മഹാന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അപ്പോഴും മഹാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മഹാനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കും. ഇസ്ലാമിന്റെ അതിര് പോലും ടിപ്പർ ലോറിയൊക്കെ പുറത്തോട്ട് പോകണില്ലേ, കടയൊക്കെ ഇടിച്ചു പൊളിച്ച് പോകുന്ന പോലെ ഇസ്ലാമിന്റെ അതിരിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സംഭവിക്കുക അത്തരം ഖബറുകളിൽ പോയി ഒരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, മരണപ്പെട്ടു പോയ മനുഷ്യർ അവർ എത്ര വലിയ മഹാന്മാരാണെങ്കിലും, പ്രവാചകന്മാരോളം മഹാന്മാരില്ലല്ലോ, പ്രവാചകനാണെങ്കിൽ പോലും മരണപ്പെട്ടു പോയാൽ അവർക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ അവരെത്ര വലിയ മഹാന്മാരാണെങ്കിലും ശരി, മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കഴിയില്ല. സാധിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ചോദിക്കേണ്ടതുമില്ല, ചോദിക്കുന്നതിലും അർത്ഥമില്ല. ചെയ്തു തരാൻ കഴിയില്ല. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖുത്മീർ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും ഉടമസ്ഥരല്ല. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഉക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും, നിങ്ങൾക്ക് ഉത്തരം തരാൻ അവർക്ക് കഴിയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഈ മരിച്ചുപോയ മനുഷ്യനോട് ചോദിച്ചതിന്റെ പേരിലുള്ള ശിർക്കുണ്ടല്ലോ, ആ പങ്കാളിത്തത്തെ നാളെ പരലോകത്ത് വെച്ച് അവർ നിങ്ങളുടെ മുമ്പിൽ തള്ളിപ്പറയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എത്ര വ്യക്തമാണല്ലോ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു ചോദിക്കുന്ന ആളുകൾ, രോഗം മാറാൻ, മകളെ കെട്ടിക്കാൻ, കടം തീരാൻ, ജീവിതത്തിലുള്ള അസ്വസ്ഥതകൾ മാറാൻ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ, ജോലി നേടാൻ,
മാരകമായ രോഗങ്ങൾ കടിപ്പെട്ടത് മാറാൻ, വീട്ടിലുള്ള ബലാമുസീബത്തുകളൊക്കെ മാറാൻ എന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. ആ പോകുന്നവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ആരെങ്കിലും ഒരാൾ മക്ബറയിൽ പാപം പൊറുക്കാനും പരലോകമോക്ഷത്തിനും വേണ്ടി പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. മക്ബറയിൽ പോകുന്ന മുഴുവൻ ആളുകളും പോകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെ അതിനകത്ത് വലിയൊരു വൈരുദ്ധ്യമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മക്ബറയിൽ ചെന്ന് കാര്യം ചോദിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന് എൻ്റെ പാപം പൊറുക്കണം, എനിക്ക് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കാനുള്ള ആഫിയത്ത് തരണം, നാളെ പരലോകത്ത് സ്വർഗം കിട്ടണം, പടച്ചോന്റെ തൃപ്തി കിട്ടണം എന്നൊന്നും ചോദിക്കാനല്ല. മകളെ കെട്ടിക്കണം, കടം തീരണം, നല്ല ജോലി കിട്ടണം, സമ്പത്തുണ്ടാകണം, ആർഭാടമായി ജീവിക്കണം, വീട്ടിലുള്ള ശല്യങ്ങൾ മാറണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവരോടാണ് അല്ലാഹ് പറയുന്നത്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വിളിച്ചു ചോദിക്കുന്ന ആളുകൾ. ചിന്തിക്കുന്നവർ ഗൗരവമായി ഒന്ന് ചിന്തിക്കണം. അല്ലാഹ് പറയാണ്, മാ യംലികൂന മിൻ ഖിത്മീർ, ഈത്തപ്പനക്കുരുവിന്റെ ഉടമസ്ഥരല്ല, ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും ഉടമസ്ഥരല്ല അവർ. ഈത്തപ്പനക്കുരുവല്ല, ഈത്തപ്പനക്കുരുവിന്റെ പാടയ്ക്ക് പറയുന്നതാണ് കിത്മീർ എന്ന്. ഈത്തപ്പഴം കഴിച്ച നമുക്കറിയാം ആ ഈത്തപ്പനക്കുരുവിന്റെ മുകളിലുള്ള പാട എത്രത്തോളം ഉണ്ട് എന്ന്. വളരെ നിസ്സാരമാണ് ആ പാട. നിർമ്മാണത്തിന്റെ പ്രയാസം വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ മുട്ടുസൂചി എന്നൊക്കെ പറയൂലേ, വലിയ സാധനം ഉണ്ടാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയാറില്ല മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ ഖുർആനിന്റെ ഒരു ശൈലിയാണത് ഈത്തപ്പനക്കുരുവിന്റെ. കാരണം അറബികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ള സംഗതിയാണ് ഈത്തപ്പനക്കുരുവിന്റെ പാട. ആ പാടയുടെ പോലും ഉടമസ്ഥരല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥനാണോ? മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥനാണോ? മമ്പുറം തങ്ങൾ പാടയുടെ ഉടമസ്ഥനാണോ? അതേപോലെ തന്നെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വേറെ കുറെ ആളുകളൊക്കെ ഉണ്ടുള്ള കേരളത്തിൽ. ആ ആളുകൾ ആരെങ്കിലും, ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച ആരെങ്കിലും, പ്രവാചകന്മാരടക്കം ആരെങ്കിലും ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥരാണോ? അല്ല. അള്ളാഹ് വേറെ പല രൂപത്തിലും അത് അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും അള്ളാഹ് ഇവിടെ അവതരിപ്പിച്ചെന്തുകൊണ്ടാണ്? ഇവരാരും ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ പോലും നിർമ്മാണം സാധ്യമല്ലാത്ത ആളുകളാണ്. അത്രയും നിസ്സഹായരാണവർ. ആ ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നത് അർത്ഥമില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്നത് തന്നെ അർത്ഥമില്ലാത്തതാണ്. ഇനി നിങ്ങൾ ചോദിക്കുന്നവർ കേൾക്കൂല, കേട്ട തന്നെ അവർക്ക് ഉത്തരം തരാനും പറ്റില്ല എന്നുള്ള എത്ര ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനി ആരെങ്കിലും ചെന്ന് അങ്ങനെ ചോദിക്കുക എന്ന് വെച്ചാൽ അത് ആ കിടക്കുന്ന മഹാനോടുള്ള അങ്ങേയറ്റത്തെ അനാദരവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങേയറ്റത്തെ അനാദരവാണ്, അദ്ദേഹത്തിനെ പരിഹസിക്കലാണ്, അദ്ദേഹത്തിനെ കൊച്ചാക്കലാണ്. അത് ആരാണെങ്കിലും, CM വലിയുള്ളയാണെങ്കിൽ, ഈത്തപ്പനക്കുരുവിന്റെ പാടയുടെ ഉടമസ്ഥത ഉണ്ടോ CM വലിയുള്ളാക്ക്? ഒരു ഈത്തപ്പനക്കുരുവിടെ പാട ഉണ്ടാക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇനി വെച്ചോ, അതിൻ്റെ താഴെയുള്ള എന്തെങ്കിലും വസ്തു സാധിക്കുമോ ഇവർക്ക് ആർക്കെങ്കിലും? ഇതിന് കഴിവില്ലാത്ത ഒരാളോടും നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ കഴിവുള്ള ആരും ഈ ഭൂമിയിൽ അള്ളാഹ് പടച്ചിട്ടില്ല. അതാകെ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്, ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, ചോദിച്ചോളൂ, ഞാൻ വളരെ നിയറസ്റ്റ് ആണ് നിങ്ങളോട്, ഞാൻ വളരെ അഡ്ജസന്റ് ആണ്, വളരെ അടുത്താണുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. വിത്ത് എ കണ്ടീഷൻ, ഒരു ഉപാധിയുണ്ട്, എൻ്റെ വിളിക്ക് നിങ്ങൾ ആദ്യം ഉത്തരം നൽകണം. ഇത് പലപ്പോഴും നമ്മൾ പറയാറില്ല. എൻ്റെ വിളിക്ക് നിങ്ങൾ ആദ്യം ഉത്തരം നൽകണം. ജീവിതത്തെ നിങ്ങൾ വിധിവിലക്കുകൾക്ക്, എൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണം. ചോദിച്ചോളൂ, ഞാൻ വളരെ അടുത്തുണ്ട്, ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 187-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതില്ല. ഒന്ന് മാത്രമല്ല, അങ്ങോട്ട് പോയാൽ ഈ പറയുന്ന പോലെ ഒരു മൂകതയൊന്നും അവിടെ ഉണ്ടാവില്ല. അവിടെ ബഹളമയമാണ്. അവിടെ ഒരു ശ്മശാനത്തിൻ്റെതായ, ഒരു മക്ബറയുടേതായ ഒരു ശാന്തതയും അവിടെ ഇല്ല. അവിടെ ബഹളമയമായിരിക്കും. അവിടെ തിക്കും തിരക്കായിരിക്കും. അവിടെ നടക്കുന്നത് ചൂഷണമാണ്, അവിടെ നടക്കുന്നത് വഴികേടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകരുത്. ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഇത് പറയുന്നതോടുകൂടി മഹാന്മാരെ ചെറുതാക്കുകയാണ്. മഹാന്മാരെ ചെറുതാക്കുകയല്ല, മഹാന്മാരെ ആദരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
മഹാന്മാരെ ചെറുതാക്കുന്നത് അവരുടെ അടുത്ത് പോയി നിന്ന് കാര്യം ചോദിക്കുന്ന ആളുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അവർക്ക് പ്രവാചകന്മാരുടെ ഒരു ആദരവില്ല, അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ഒരു ആദരവില്ല. എല്ലാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടൊക്കെ അർഹമായ ആദരവുണ്ട്, പ്രവാചകന്മാരോട് ആദരവുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ആദരവല്ല ഉള്ളത്, അദ്ദേഹത്തിനോട് ആദരവുള്ളതോടൊപ്പം തന്നെ ആ പ്രവാചകന്റെ ജീവിതത്തെ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. സൂക്ഷ്മവും സ്ഥൂലവുമായ തലങ്ങളിൽ ആ മഹാനുഭാവന്റെ ജീവിതം നമ്മൾ പകർത്താൻ ശ്രമിക്കണം. പക്ഷെ ആ മഹാനുഭാവനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം ചോദിക്കേണ്ടതെല്ലാം എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവരും എല്ലാം കാണുന്നവരും അവസ്ഥാന്തരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരും എന്താണ് അവന് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവനും അവൻ അർഹതയുള്ളവനാണോ അല്ലേ എന്നറിയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് അവനോട് ചോദിക്കാവുള്ളൂ എന്ന് പറയുന്നത്. അല്ല നമുക്ക് വേറെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടല്ല, നമുക്കൊരു വിരോധം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഖബർ സിയാറത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ടതില്ല. ഖബർ സിയാറത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉമ്മ മറമാടിക്കിടക്കുന്ന, നമ്മുടെ മാതാപിതാക്കൾ മറമാടിക്കിടക്കുന്ന, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും മറമാടിക്കിടക്കുന്ന പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അവരുടെ ഇന്നലെകളിലെ ചെയ്തികളാണ് നമുക്ക് ഓർമ്മയുള്ളത്. അവരുടെ കർമ്മകാണ്ഡങ്ങളെ കുറിച്ചാണ് നാം കേട്ടിട്ടുള്ളത്, നാം കണ്ടിട്ടുള്ളത്, നമുക്കറിവുള്ളത്. അതുകൊണ്ട് ആ ഖബർസ്ഥാനിലേക്കാണ് പോകേണ്ടത്.